ബാക്കി അയക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒച്ച മാത്രം കേട്ടെ. ഒച്ച കാരണം വെള്ളത്തിന് ഒച്ച ഷൂന്നൊരു ഒച്ച മാത്രം കണ്ടു. പിന്നെ ഒറ്റയടിക്ക് ഞങ്ങൾ എല്ലാം കൂടി അതിനകത്തിട്ട് ഒരു കറക്കിയിട്ട് ഒരു പൊക്ക് പൊക്കി എന്നിട്ട് അതിനകത്ത് പെടുത്തി. അപ്പൊ ഞങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, പെട്ടെന്നുള്ള കയറലായത് കൊണ്ട് ശ്വാസം എടുക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു പൊക്കലിൽ ഞങ്ങൾ പൊന്തി നേരെ ഷീറ്റ് അടിച്ചു. അപ്പൊ ഷീറ്റ് ഉറപ്പായി മേലെ. അപ്പൊ ഷീറ്റിനെ കൈ കൊണ്ട് പൊട്ടിച്ചിട്ട് മേലേക്ക് പൊട്ടിച്ച് അങ്ങനെ എന്ത് ചെയ്തു, ഒരാളെ ഈ സൈഡിൽ കൂടെ പൊട്ടിയാടും ആ വെള്ളം അടിച്ചവിടെ ഷീറ്റ് പൊട്ടിയിട്ട് ഈ സൈഡിൽ കൂടെ വന്നു. അപ്പൊ തന്നെ ഞങ്ങൾ വേഗം മേളിൽ കയറിയിട്ട് എന്റെ മാമന്റെ വൈഫിനെ വലിച്ചു കയറ്റി. ഞങ്ങൾ 4 പേരാണ്, എന്റെ അമ്മയും എന്റെ മാമന്റെ വൈഫും വലിച്ച് മേലെ കയറ്റി. അതിലുള്ള എന്റെ കസിനും അതിനകത്തുണ്ടായിരുന്നു. കസിനും മേലേക്ക് വലിച്ചു കയറ്റി മേലേക്ക്. രണ്ടാമത്തെ വന്നത് ആ സ്പോട്ടിൽ അടിച്ച് ചളിയാ. അപ്പൊ തന്നെ ഞങ്ങൾ വേഗം ചാടി, ഒരു വെയിലുണ്ട്, വെയിലെടുത്ത് ചാടി അക്കരെ ചാടി ഞങ്ങൾ കുറച്ച് മുന്നിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ എന്താ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ നിന്നു. ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവിടെ സേഫാണെന്ന് വെച്ചിട്ട് അവിടെ നിന്നത്. പക്ഷെ അവിടെ നോക്കുമ്പോൾ വെള്ളം അടിച്ച് മേലെ കയറി എടുത്തിട്ട് അവിടെ സേഫ് അല്ലാണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് കുടുംബങ്ങളുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു എന്ത് വന്നാലും പറ്റില്ല, ഇവിടെ നിൽക്കരുത്, ആ കുന്നിന് മേലെ കയറാൻ എന്നിട്ട് വേഗം ഓടിക്കയറി അക്കരെ കുന്നിൽ കയറി. അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്, ആ ബംഗ്ലാവിന്റെ മേലെ പോയി നിൽക്കാതെ അങ്ങനെ ഓടിപ്പോയി മേലെ കയറി. പിന്നെ എന്റെ 2 കസിൻ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ 2 പേര് ആ ഫസ്റ്റ് ബോട്ടിൽ വണ്ടി എടുത്ത് ഇക്കരെ വന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നാ. അവരെ ശരത്ത് പ്രതീക്ഷ 2 ആൾക്കാർ വന്നു. അവരെന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കി. പക്ഷെ എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവർ ഇത്ര ചളിയുണ്ട്. ആ ചളിനകത്ത് പെട്ടപ്പോ എന്റെ കസിൻ പിടിച്ച് വലിക്കുന്നു, രണ്ടാമത്തെ പൊട്ട് മേലെ പൊട്ടണേ. അപ്പൊ തന്നെ ഞങ്ങൾ വേഗം ചാടി ഓടി, വേറെ വഴിയില്ല ഞങ്ങൾക്ക്. അപ്പുറത്തുനിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, രക്ഷപ്പെടുത്താൻ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല, ചളിയാണ്. ചളി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നീന്താൻ കഴിയുന്നില്ല, വെള്ളമാണ് നീന്താൻ കഴിയും. അപ്പൊ ആ അവസ്ഥയിൽ ഞങ്ങൾ രക്ഷയില്ലാട്ട് മേലെ കയറിയപ്പോൾ കടന്ന് കുലുങ്ങുന്നു, ഭൂമി മൊത്തം കൊണ്ട് കുലുങ്ങാണ് പൊട്ടി വരുമ്പോൾ. വേറെ വഴിയില്ല, ഞങ്ങൾ എന്തായാലും ഉറപ്പായി ഞങ്ങൾ അവിടെ തീരും. ആ മലയുടെ മേലെ നിന്നപ്പോഴും ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞു, ഞങ്ങളെ കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി എന്തായാലും വേണ്ടില്ല, ഇവിടെ നിന്നുകൊണ്ട് പോവാണെങ്കിൽ പോട്ടെ വെച്ചിട്ട് ഞങ്ങൾ മലയിൽ കയറി നിന്നേ. ആ രണ്ടാമത്തെ പൊട്ട് പൊട്ടിയപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു. വേറെ വഴിയില്ല, അവർ വലിച്ചു കയറ്റി മേലെ കയറ്റി നിർത്തി, എല്ലാം സേഫാക്കി നിർത്തി. ഒരു 120 പേര് ആൾക്കാർ കാണും ആ മലയുടെ മേലേക്ക് എല്ലാവരും സേഫ്റ്റി ആക്കി നിർത്തി വെച്ചു. അവിടെ അങ്ങനെ നിങ്ങൾ 1:30 മണി 2:30 വന്ന് നിൽക്കുകയാണെങ്കിൽ 2:30 നമ്മൾ പൊട്ടും കൂടി പൊട്ടിയ, രണ്ടാമത്തെ പൊട്ട് പൊട്ടിയ. പിന്നെ 3 മണിയാകും, 3:30 മൂന്നാമത്തെ പൊട്ട് പൊട്ടി. അത് ചെറിയ പൊട്ടായിരുന്നു. പക്ഷെ ഈ ഫസ്റ്റ് പൊട്ടിയത് ചെറുതാ, രണ്ടാമത്തെ പൊട്ടിയാണ് അതിഭീകരമായ പൊട്ട്. കാരണം ആ പൊട്ടിലാണ് ഏകദേശം എല്ലാം അടിച്ചു കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് എല്ലാം കൊണ്ടുപോയി. ഈ ചൂരമല പാലം പോലും രണ്ടാമത്തെ പൊട്ടിലാണ് പോയെ, ഫസ്റ്റ് പൊട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ വേറെ വഴിയില്ല, ഉറപ്പായി ഞങ്ങൾ തീർന്നു വെച്ചു. ആ പൊട്ടിന് ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ വെച്ചു ഈ മലയിൽ തീരും. പക്ഷെ ആ മലയോടായിരുന്നു എല്ലാം കൂടി വരികയാണ് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. അന്ന് അവിടെ നിന്നായിരുന്നു. അന്ന് വൈകുന്നേരം വരെ ആ മഴ കൊണ്ട് തന്നെ നിന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, കാരണം എല്ലാം താഴ്ന്നു പോയി, ഓടിച്ചാടി താഴ്ന്നു പോയതുകൊണ്ട് വേറെ വഴിയില്ലാത്ത ഞങ്ങൾ വിളിച്ചു, മീഡിയക്കാരെ വിളിച്ചു. ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങി നടക്കുന്നുണ്ട്, NDRF-നോട് അങ്ങോട്ട് വരാൻ പറയണം, വേറെ വഴിയില്ല, ഞങ്ങൾക്ക് അക്കരെ കിടക്കണം, ഇനി ഞങ്ങൾ ജീവൻ മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിക്ക് വിളിച്ചു പറഞ്ഞു. അവസാനം അവർ വന്നു, ആർമിക്കാർ പാലം ചെയ്തു, ആ ചെറിയൊരു പാലം ചെയ്തു. അക്കരെ നിന്ന് കടത്തി നേരെ ഇവിടെ മേപ്പാടിക്ക് കൊണ്ടുപോയേ. മേപ്പാടി കൊണ്ടുപോയി മേപ്പാടിയിൽ നിന്ന് ക്യാമ്പിലേക്ക് ആക്കി. ഇപ്പൊ ഞാൻ തെരഞ്ഞു വന്നു, 2 ദിവസം 3 ദിവസം തെരഞ്ഞു വന്നിട്ടുണ്ട്. എന്റെ കൂട്ടുകാരും കാണുന്നില്ല. അവരന്ന് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോയത്. അവർ 10-20 ആൾക്കാർ റെസ്ക്യൂ ചെയ്തു. അന്ന് റെസ്ക്യൂ ചെയ്ത് രണ്ടാമത്തെ പോട്ടിൽ അവർ പോയത്. അപ്പൊ അവന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരാളെ ബോഡി കിട്ടി, ഒരാളെ ബോഡി കിട്ടിയില്ല. അത് തെരഞ്ഞു സൂചിപ്പാറ വരെ പോയി വന്നു. അതെ, അവരെ പേര്, ഒരാളെ പേര് പ്രജീഷ്, ഇന്നൊരാളെ പേര് ശരത് ബാബു എന്നാ പറയാ. ഒരാൾ കിട്ടി, പ്രജീഷ് പറഞ്ഞ ആളെ ഫസ്റ്റ് ദിവസം കിട്ടിയായിരുന്നു. പക്ഷെ ഈ ശരത് ബാബു, രണ്ടാമത്തെ ആള് ശരത് ബാബു പറഞ്ഞാൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ എല്ലാ വർഷം 10-20 ആൾക്ക് റെസ്ക്യൂ ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ അവരെന്തായാലും കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഡെയിലി വന്ന് പോകുന്നു. രാവിലെ വരും, ക്യാമ്പിൽ നിന്ന് രാവിലെ വരുന്നു, അത് തിരയാൻ പോകുന്നു, എവിടെയും കിട്ടുമോ നോക്കാൻ വേണ്ടി തിരയുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് അവസ്ഥ എന്റെ ഡെയിലി. ഇപ്പൊ 4-5-ാമത്തെ ദിവസം നോക്കി ഇന്ന് തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവന് കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അവന്റെ. വീട് പകുതി മുക്കാലും പോയി. എനിക്ക് കിട്ടിയ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ. ആ ബൈക്കും കൊണ്ട് ഞങ്ങൾ എന്റെ കസിൻസിന് 3 ബൈക്കുണ്ട്. ആ ബൈക്ക് സേഫ്റ്റി ആക്കി കൊണ്ടു. ഇപ്പൊ ബൈക്കും കൊണ്ട് പോവാണ്. അവിടെ കൊണ്ട് വെക്കാച്ച ബൈക്ക് എടുത്ത് കിട്ടി. വേറെ ഒന്നുമില്ല, ഒക്കെ മട്ടം പോലെ ആയി. ഒരു രാത്രിയും കൊണ്ട് ഒന്നും ഇല്ലാണ്ടായി. ഈ നാടേ ഇല്ലാണ്ടായി, നാടുമില്ല, നാട്ടുകാരും ഇല്ലാണ്ടായി, ഒന്നും ഇല്ലാണ്ടായി ഒറ്റ രാത്രി കൊണ്ട്. എന്താ ചെയ്യാ? ഒരു സംഭവം, ഒരു മുന്നറിയിപ്പ് നമുക്ക് എന്തെങ്കിലും സംഭവം അറിയുകയാണെങ്കിൽ രക്ഷപ്പെടായിരുന്നു. പക്ഷെ ഒന്നും അറിഞ്ഞില്ല, ഒന്നുമില്ല. കാരണം മലയ്ക്ക് നിന്ന് മഴ പെയ്യുന്നുണ്ട്. നമുക്കിവിടെ യെല്ലോ അലർട്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, പുഴ വീതി കൂടെ കൊണ്ട് പൊട്ടി കഴിഞ്ഞാൽ പുഴയിൽ കൂടെ അല്ലേ പോകുള്ളൂ എന്ന് വെച്ചു. പക്ഷെ ഇത് വന്നത് പൊട്ടിയത് അങ്ങനെയല്ല, എല്ലാവരും കൊണ്ടാ പോയെ. പോകുമ്പോൾ ആരും ഇല്ലാണ്ടാക്കി, എല്ലാവർക്കും എല്ലാം ഇല്ലാണ്ടായി, ആർക്കും ഇല്ലാണ്ടായി, എല്ലാം പോയി. ഇവിടെ ഒന്നുമില്ല. ഇനി ചൂരമല എന്ന് പറഞ്ഞ ശ്മശാന ഭൂമിയായി, മുണ്ടക്കായൻ ശ്മശാന ഭൂമിയായി, ഒന്നും ഇല്ലാണ്ടാക്കി, എല്ലാം കൂടിയിട്ട് അങ്ങനെ പോയെ. എന്തായാലും ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കൾ ഈ രക്ഷാദൌത്യത്തിന് പോയതാണ്. അതിൽ ഒരാളുടെ മൃതദേഹം കിട്ടി, മറ്റൊരാളെ കാണാതായി. അദ്ദേഹത്തിന് തരാൻ വേണ്ടി എല്ലാ ദിവസവും കഴിഞ്ഞ 5 ദിവസങ്ങളിലും ഇവിടെ വരും, ഈ തെരച്ചിൽ ദൌത്യത്തിലെല്ലാം പങ്കെടുക്കും. പക്ഷെ നിരാശയോടെ മടങ്ങും. വളരെ ഹൃദയം നുറുങ്ങുന്ന, അല്ലെങ്കിൽ അത്രയും വലിയ വേദനയോടെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇവിടുത്തെ മനുഷ്യർ കഴിയുന്നത്.